പ്രേത സിനിമ കാണുന്നത് പേടിക്കാനാണ് എന്നാണല്ലോ. അപ്പൊ നന്നായി പേടിപ്പിക്കുന്ന സിനിമ നല്ല സിനിമ എന്നാണോ? അതോ അതിനപ്പുറത്തേക്കും എന്തോ ചില കാര്യങ്ങളുള്ള സിനിമയാണോ നല്ല പ്രേത സിനിമ? അതെന്ത് തന്നെയായാലും പേടിപ്പിക്കൽ പ്രേത സിനിമയിൽ മസ്റ്റാണ്. ചില പ്രേത സിനിമകൾ കണ്ടു കഴിഞ്ഞാലും നമ്മളെ കുറച്ച് ദിവസത്തേക്ക് ഹോൺ ചെയ്യും. കാരണം അതിന്റെ തീം അത്തരത്തിലുള്ളതായിരിക്കും. ഒപ്പം ആ സിനിമയുടെ ഒരു അറ്റ്മോസ്ഫിയറും അങ്ങനെയുള്ളതായിരിക്കും. കുറച്ച് ഡിപ്രസിംഗ് ആയിട്ടുള്ള ടോണ്. എന്നാൽ ചില സിനിമകളുടെ ഉദ്ദേശം കാണുമ്പോൾ നന്നായെന്ന് ഞെട്ടിക്കുക, അത് കഴിഞ്ഞ് തിയേറ്റർ വിട്ടാൽ മറക്കുക എന്നതായിരിക്കും. രാഹുൽ സദാശിവന്റെ സംവിധാനത്തിൽ പ്രണവ് മോഹൻലാൽ മെയിൻ റോളിലെത്തിയ ഡിയസ് ഈറ എന്ന സിനിമ ഇതിൽപ്പെടും. ഡിയസ് ഈറ എന്ന സിനിമയുടെ അനാലിസിസ് വീഡിയോ ആണ്. സ്പോയിലേഴ്സ് ഉണ്ടായിരിക്കും. പല പ്രേത സിനിമകൾ, പ്രത്യേകിച്ച് ഹോണ്ടഡ് ഹൗസ് ടൈപ്പ് സിനിമകൾ കാണുമ്പോൾ എന്റെ മനസ്സിലേക്ക് വരുന്ന ഒരു കാര്യമുണ്ട്. ഈ പ്രേത സിനിമകളിലെ വീടുകളുടെ ആർക്കിടെക്ചർ കുറച്ച് ഭീകരവും ഒറ്റപ്പെടൽ തോന്നിക്കുന്നതും ഇടുങ്ങിയ അകത്തളങ്ങൾ ഉള്ളതും പേടിപ്പിക്കുന്ന രൂപങ്ങൾ ഉള്ളതും ഒക്കെ ആയതുകൊണ്ടാണ് ഈ പേടിക്ക് എഫക്ട് കൂടുന്നതെന്ന്. ഇവർക്കൊക്കെ വല്ല മോഡേൺ ടൈപ്പ് വീട്ടിലും താമസിച്ചുകൂടെ, പിന്നെ പ്രേതത്തെ പേടിക്കണ്ടല്ലോ എന്ന്. ഡിയസ് ഈറയിൽ ഈ ഒരു ഹോണ്ടഡ് ഹൗസ് സംഭവത്തിൽ വരുത്തിയ വലിയൊരു മാറ്റം ഈ മോഡേൺ ഹൗസിലേക്കുള്ള മാറ്റമായിരുന്നു. നല്ല ഒരു അടിപൊളി മോഡേൺ വീട്ടിലാണ് പ്രണവിന്റെ രോഹൻ പ്രേത സാന്നിധ്യം കണ്ടെത്തുന്നത്. ബ്രഹ്മയുഗത്തിലെയോ ഭൂതകാലത്തിലെയോ വീടുകളുടെ ഒരു ആംബിയൻസ് അല്ല ഇവിടെ. പക്ഷെ സിനിമയുടെ പേസിന്റെ കാര്യത്തിൽ സംവിധായകന്റെ പഴയ സിനിമകളുടെ ഒരു രീതി തന്നെയാണ് ഇതിലും. ഈ സിനിമയിൽ എനിക്ക് ഇഷ്ടപ്പെട്ട കുറച്ച് കാര്യങ്ങൾ പറയാം. അതിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യം പറയാനുണ്ട്. നമ്മൾ OTT-യിൽ വന്നതിന് ശേഷം ഈ അനാലിസിസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ കുറെ പ്രവാസികൾ ഒരുപക്ഷെ ഈ വീഡിയോ കാണുന്നുണ്ടാകും. പ്രവാസികൾ മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യം, പ്രേതം, യക്ഷി എന്നൊക്കെ പറയുന്നതൊന്നും ഇല്ലെങ്കിലും മരണം എന്നത് ഒരു റിയാലിറ്റിയാണ്. സോ എപ്പോൾ വേണമെങ്കിലും സംഭവിക്കാവുന്ന മരണത്തിന് വേണ്ടി തയ്യാറെടുക്കുക എന്നത് നമ്മൾ എല്ലാവരും ചെയ്യേണ്ട ഒരു കാര്യമാണ്. ആ സമയത്തും ഫാമിലിക്ക് മറ്റാരുടെയും മുന്നിൽ കൈനീട്ടാതെ ജീവിക്കണമെങ്കിൽ നിർബന്ധമായും ഫിനാൻഷ്യൽ പ്ലാനിങ്ങിന്റെ ഭാഗമായി നല്ല സേവിങ്സിന്റെ ഒപ്പം തന്നെ ഒരു ടേം ഇൻഷുറൻസ് പ്രൊട്ടക്ഷന് വേണ്ടി എടുത്തിടണം. വളരെ കുറഞ്ഞ ചെലവിൽ വലിയ കവറേജ് കിട്ടുന്ന ലൈഫ് ഇൻഷുറൻസുകളാണ് ടേം ഇൻഷുറൻസുകൾ. വിവിധ കമ്പനികളെ കമ്പയർ ചെയ്ത് ടേം ഇൻഷുറൻസ് എടുക്കാനുള്ള ഒരു ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലും കമന്റിലും കൊടുക്കുന്നുണ്ട്. പിന്നെ ഇന്ത്യയിൽ നിന്ന് എടുക്കുമ്പോൾ വിദേശത്ത് നിന്ന് എടുക്കുന്നതിനേക്കാൾ 30 മുതൽ 50% വരെ ചെലവ് കുറവാണ്. അതുകൂടാതെ പ്രീമിയം വർഷത്തിൽ ഒന്നിച്ചടച്ചാൽ 5% വരെ ഡിസ്കൗണ്ടുമുണ്ട്. മാസം 679 ഇന്ത്യൻ രൂപയിൽ തുടങ്ങി 2 കോടി വരെ കവറേജ് കിട്ടുന്ന പ്ലാൻസ് കാണാം. ഇനി ക്ലെയിമിന്റെ കാര്യത്തിലാണ് പേടിയെങ്കിൽ ഇതിനൊക്കെ അവരുടെ ടോൾ ഫ്രീ നമ്പറിലേക്ക് ഒന്ന് വിളിച്ച് എംബസി അറ്റസ്റ്റ് ചെയ്ത ഡെത്ത് സർട്ടിഫിക്കറ്റ് അങ്ങനെയുള്ള ഡോക്യുമെന്റ്സ് ഒക്കെ സബ്മിറ്റ് ചെയ്താൽ മതി. ബാക്കിയുള്ള കാര്യമൊക്കെ ഇതിനുവേണ്ടി അവർ ഏർപ്പാടാക്കി തരുന്ന ഡെഡിക്കേറ്റഡ് റിലേഷൻഷിപ്പ് മാനേജർ നോക്കിക്കോളും. എളുപ്പത്തിൽ ക്ലെയിമിന്റെ കാര്യങ്ങളൊക്കെ നടക്കും. താല്പര്യമുള്ളവർക്ക് ഇപ്പോൾ തന്നെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലും കമന്റിലും കൊടുത്തിട്ടുള്ള ലിങ്ക് ചെക്ക് ചെയ്യാം. അല്ലെങ്കിൽ സ്ക്രീനിൽ കാണുന്ന ഈ QR കോഡ് സ്കാൻ ചെയ്താൽ മതി. പിന്നെ പരമാവധി പ്രവാസി സുഹൃത്തുക്കൾക്ക് ഈ വിവരം ഷെയർ ചെയ്തും കൊടുക്കുക. എന്നാൽ നമുക്ക് വീഡിയോയിലേക്ക് തിരിച്ചു വരാം. സിനിമയിൽ പേടിപ്പിക്കുന്നത് മെല്ലെ മെല്ലെ ടെൻഷൻ ബിൽഡ് ചെയ്ത് ഒരു ജംപ് സ്കെയർ എന്ന രീതിയിലാണ്. ഈ ജംപ് സ്കെയർ ഒക്കെ നല്ല എഫക്റ്റീവായി വന്നിട്ടുണ്ട്. പോറ്റിയുടെ വീട്ടിൽ പൂച്ച ചാടുന്നതൊക്കെ നല്ല എഫക്റ്റീവായിരുന്നു. അതുപോലെ വാതിൽ പഴുതിലൂടെ വരുന്ന വെളിച്ചം പോറ്റിയുടെ മുഖത്തടിക്കുന്നതിലെ വ്യത്യാസം കാണിച്ച് പേടിപ്പിച്ച സീനും ഗംഭീരമായി തോന്നി. കുറ്റബോധം അഥവാ ഗിൽറ്റിനെ ഈ സിനിമ വേണ്ട വിധത്തിൽ പ്ലോട്ടിൽ തുന്നിച്ചേർത്തിട്ടുണ്ട്. താൻ ഘോസ്റ്റ് ചെയ്ത് തന്റെ ഒരു എക്സ് കാമുകി ആത്മഹത്യ ചെയ്തു എന്നറിയുന്ന നിമിഷം മുതൽ രോഹന് കുറ്റബോധം തോന്നുന്നുണ്ട്. താൻ കാരണമാണോ എന്ന ചിന്ത വരുന്നുണ്ട്. ആ മരണ വീട്ടിൽ പോയി വന്നതിന് ശേഷം അത് സ്വാഭാവികമായും കൂടുന്നു. തന്നോടുള്ള പ്രതികാരം അവൾ പ്രേതമായി വന്ന് തീർക്കുന്നതാകാം എന്ന് വരെ ഒരു ഘട്ടത്തിൽ കരുതുന്നു. വേണമെങ്കിൽ ആ ഒരു ഗിൽറ്റിന്റെ മാനിഫെസ്റ്റേഷൻ ആണ് ഈ പ്രേതാനുഭവം എന്ന് പറയാം. എന്നാൽ അങ്ങനെ ബോധപൂർവ്വം വേറൊരു ലെയർ നൽകാനൊന്നും ഈ സിനിമയിൽ സംവിധായകൻ ശ്രമിച്ചിട്ടില്ല എന്നാണ് തോന്നുന്നത്. സംവിധായകന്റെ മുൻ സിനിമയായ ഭൂതകാലത്തിൽ അത് ഉണ്ടായിരുന്നത് കൊണ്ട് നമുക്ക് വേണമെങ്കിൽ ഇതിലും തെരഞ്ഞു നോക്കാമെന്ന് മാത്രം. സിനിമയിൽ കനിയുടെ ആത്മഹത്യയുടെ കാരണം വ്യക്തമാക്കുന്നില്ല. രോഹനിൽ നിന്നേറ്റ റിജക്ഷൻ കാരണമാണോ, അതോ ഫിലിപ്പ് എന്ന വ്യക്തിയുടെ സ്റ്റോക്കിംഗ് കാരണമാണോ, അതോ വേറെന്തെങ്കിലും കാരണമാണോ, ഇനി ഫിലിപ്പിന്റെ പ്രേതം കൊന്നതാണോ, അങ്ങനെ എന്ത് വേണമെങ്കിലും കരുതാം. രോഹനോട് പ്രതികാരം കാണിക്കാത്ത സ്നേഹത്തോട് തലയിൽ തോടുന്ന പ്രേതമായതുകൊണ്ട് മരണകാരണം ഫിലിപ്പ് ആകാനാണ് സാധ്യത. എനിക്ക് ഈ സിനിമയിലുടനീളം രോഹൻ എന്ന കഥാപാത്രം പെരുമാറുന്ന രീതി വളരെ സ്വാഭാവികമായി തോന്നി. പല ഹൊറർ സിനിമകളിലും കാണാത്ത ഒരു സ്വാഭാവികതയാണത്. പൊതുവെ സിനിമകളിൽ ഒരു പ്രേത അനുഭവം ഉണ്ടായാൽ പോലും പ്രേതത്തെ നിരാകരിക്കുന്ന മോഡേൺ മനുഷ്യനെയാണ് നമ്മൾ കാണാറുള്ളത്. രോഹൻ തനിക്കുണ്ടായ അനുഭവം പോറ്റിയോട് തുടക്കത്തിൽ പെട്ടെന്ന് പറഞ്ഞു തീർക്കുന്ന ഭാഗം, പ്രേതത്തെ പേടിച്ച് ദൈവങ്ങളുടെ അടുത്ത് ആശ്രയം പ്രാപിക്കുന്ന പോറ്റി, കുറ്റബോധം കാരണം മരിച്ച പെണ്ണിന്റെ അനിയനെ പൈസ കൊടുത്ത് സഹായിച്ച് കുറ്റബോധം ഇല്ലാതാക്കാൻ നോക്കുന്ന രോഹൻ, ഇതിലൊക്കെ വല്ലാത്തൊരു സ്വാഭാവികത ഫീൽ ചെയ്തു. പ്രണവ് ഡയലോഗ് ഡെലിവറിയിലൊക്കെ കൂടുതൽ കംഫർട്ടബിൾ ആയി തോന്നി ഈ സിനിമയിൽ. ആദ്യത്തെ കലിപ്പ് ഭാവം, പിന്നീട് വരുന്ന നിസ്സഹായ ഭാവം, പേടി, ഇതൊക്കെ നന്നായി തന്നെ കൺവേ ചെയ്യുന്നുണ്ടായിരുന്നു. എല്ലാത്തിലും ഒരു മിതത്വം ഫീൽ ചെയ്തു. സത്യം പറഞ്ഞാൽ ഈ സിനിമയിൽ ഗംഭീരമായി പെർഫോം ചെയ്ത മറ്റു 3 പേർ കൂടിയുണ്ട്. പോറ്റിയായി വന്ന ജിബിൻ ഗോപിനാഥ്, എൽസമ്മയായി വന്ന ജയാ കുറുപ്പ്, കിരണായി വന്ന അരുൺ അജിത് കുമാർ എന്നിവരാണവർ. കിരണായി വന്നയാളുടെ പെർഫോമൻസ് ഒക്കെ പക്കയായി ഫീൽ ചെയ്തു. ഒരു ട്രോമയ്ക്ക് ശേഷം ഇങ്ങനെയൊക്കെ ആയിരിക്കും ആളുകൾ പെരുമാറുക എന്നത് വളരെ നന്നായി ചെയ്തു കാണിച്ചിട്ടുണ്ട്. അതേപോലെ ജയാ കുറുപ്പിന്റെ ക്യാരക്ടർ രോഹനെ കൊല്ലാൻ കോടാലി കൊണ്ട് ഓടുമ്പോഴൊക്കെ അവരുടെ പെർഫോമൻസ് നല്ല കൺവിൻസിംഗ് ആയിരുന്നു. ഒരു പ്രായമായ സ്ത്രീ അറ്റാക്ക് ചെയ്യാൻ വരുന്നത് കണ്ട് സ്ട്രോങ് ആയ ഒരു ചെറുപ്പക്കാരൻ ഇങ്ങനെ പേടിക്കണോ എന്ന സംശയമൊന്നും അത് കാണുമ്പോൾ നമുക്ക് തോന്നില്ല. സിനിമയിൽ 2 പ്രേതങ്ങൾക്കും 2 വ്യത്യസ്ത പേടിപ്പിക്കൽ ശബ്ദങ്ങൾ ബാക്ക്ഗ്രൗണ്ടിൽ കൊടുത്തത് സിനിമ കുറച്ച് കടക്കുമ്പോഴാണ് ശ്രദ്ധയിൽപ്പെട്ടത്. ചിലങ്കയുടേത് ഫിലിപ്പിനും ഹെയർ ക്ലിപ്പിന്റേത് കനിക്കും. ഹെയർ ക്ലിപ്പിന്റെ ശബ്ദത്തിനൊക്കെ പേടിപ്പിക്കാനുള്ള കപ്പാസിറ്റി ഉണ്ടെന്ന് ചിന്തിച്ച ആ ഐഡിയ കൊള്ളാം. ചുരുക്കി പറഞ്ഞാൽ സിനിമ വളരെ എൻഗേജിംഗ് ആണ്. ഇടയ്ക്കൊക്കെ ഒരു ത്രില്ലർ സ്വഭാവം വരുന്നുണ്ട്. നല്ല പെർഫോമൻസ് ആണ്. വെറൈറ്റി അറ്റ്മോസ്ഫിയർ ആണ്. ഒപ്പം അന്തിമ വിധി, കോപ ദിവസം തുടങ്ങിയ
ബിബ്ലിക്കൽ സംഭവങ്ങളെയൊക്കെ കോർത്തിണക്കിയിട്ടുണ്ട്. ചില അസാമാന്യ ഞെട്ടിക്കലുകളുണ്ട്. ഇതൊക്കെ സിനിമയുടെ പോസിറ്റീവ് വശങ്ങളാണ്. എന്നാൽ ഭൂതകാലം പോലെ ഹോൺ ചെയ്യാനോ പേടിപ്പിക്കാനോ ഈ സിനിമയ്ക്ക് കഴിഞ്ഞിട്ടില്ല എന്നാണ് വ്യക്തിപരമായ അഭിപ്രായം. അത് ഭൂതകാലത്തിൽ ഒരു പക്ഷേ വളരെ പെട്ടെന്ന് കണക്ട് ആകുന്ന ചില ഇന്നർ ലേയേഴ്സ് ഉള്ളതുകൊണ്ടായിരിക്കാം. കാണുമ്പോൾ പേടിക്കുക, അത് കഴിഞ്ഞ് മറക്കുക ടൈപ്പ് ഒരു സിനിമയായിട്ടാണ് എനിക്കിത് ഫീൽ ചെയ്തത്. ഹാർഡ് കോർ ഹൊറർ ഫാൻസിന് ഒരു പക്ഷേ ഇതിലെ പേടിപ്പിക്കൽ പോലും അത്ര വലിയ പേടിപ്പിക്കലായി തോന്നിക്കാണില്ല. അതൊന്നു തന്നെയായാലും സംഭവം എൻഗേജിംഗ് ആയിരുന്നു എന്നതിൽ ഒരു സംശയവുമില്ല. അതുമാത്രമല്ല, പൊതുവെ ഇത്തരം പ്രേത സിനിമകളിൽ പേടിപ്പിക്കാൻ പ്രയോഗിക്കുന്ന ടൈപ്പ് വിഷ്വൽസ് ഒക്കെ ഇതിൽ വളരെ കുറവായിരുന്നു. അത്തരം ഗിമ്മിക്സ് ഒന്നുമില്ല. പകരം നായകന്റെ എക്സ്പ്രഷൻ, വെളിച്ചം, കാറ്റ് തുടങ്ങിയ അറ്റ്മോസ്ഫിയറിക് ഇലമെന്റ്സ് ഇതൊക്കെ കൊണ്ടാണ് നല്ല എഫക്റ്റീവായി ഹൊറർ ഉണ്ടാക്കിയിരിക്കുന്നത്. മഴ പെയ്യാൻ പോകുന്ന പോലെ ഒരു കാലാവസ്ഥയിൽ പോറ്റി അഴയിൽ നിന്ന് തുണികൾ എടുത്തു മാറ്റുമ്പോൾ അനുഭവപ്പെടുന്ന ഒരു ഹൊറർ ഫീലിംഗ് ഉണ്ട്. അവിടെ ഭീകര ദൃശ്യങ്ങളൊന്നും കാണിക്കുന്നില്ല, പക്ഷെ അത് കാണുമ്പോൾ നമുക്കും ഒരു പേടി അനുഭവപ്പെടും. കിരണിന്റെ കാൽ പൊട്ടുന്ന വിഷ്വൽസ്, കിണറിൽ നിന്നും കിട്ടിയ ബോഡിയുടെ രൂപം, മരിച്ചു കിടക്കുന്ന ഫിലിപ്പിന്റെ രൂപം, ഇങ്ങനെ 3-4 വളരെ റെയർ ആയി പ്രയോഗിച്ച പേടിപ്പിക്കുന്ന വിഷ്വൽസ് മാത്രമേ സിനിമയിലുള്ളൂ. ബാക്കിയൊക്കെ എക്സ്പ്രഷൻസും അറ്റ്മോസ്ഫിയർ കൊണ്ടും ശബ്ദം കൊണ്ടും സൃഷ്ടിച്ചെടുത്തതാണ്. അതുപോലെ സൗണ്ട് മിക്സിംഗ് ആൻഡ് എഡിറ്റിംഗ് രണ്ടും ഗംഭീരം. ക്ലൈമാക്സിൽ പോറ്റിയുടെ കഥാപാത്രം ചിലരുടെ ഒബ്സഷനെ കുറിച്ച് പറയുന്നുണ്ട്. ഫിലിപ്പിന് കനിയോടുള്ള ഒബ്സഷൻ, കനിക്ക് രോഹനോടുള്ള ഒബ്സഷൻ, മരിച്ചിട്ടും അതങ്ങനെ തുടരുകയാണ്. അപ്പൊ എന്താണ് ഈ സിനിമയെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം? കമന്റ് ബോക്സിൽ എഴുതുമല്ലോ. പിന്നെ ഞാൻ വീഡിയോയുടെ ഇടയിലായിട്ടൊരു പ്രവാസികൾക്കായുള്ള ടേം ഇൻഷുറൻസിന്റെ കാര്യം സൂചിപ്പിച്ചിരുന്നു. പ്രവാസികൾക്ക് മരണം പോലൊരു അത്യാഹിതം സംഭവിച്ചാൽ പിന്നെ അവരുടെ കുടുംബത്തിന് ഭാവിയിൽ തുടർന്നും സാമ്പത്തികപരമായി ബുദ്ധിമുട്ടില്ലാതെ ജീവിക്കാൻ നാട്ടിൽ നിന്നും ഒരു ടേം ഇൻഷുറൻസ് എടുത്തു വെക്കുന്നത് അത്യാവശ്യമാണ്. ഞാൻ ഡിസ്ക്രിപ്ഷനിലും കമന്റിലും കൊടുത്തിരിക്കുന്ന ലിങ്കിൽ പോയാൽ കുറഞ്ഞ ചെലവിൽ പ്രവാസികൾക്ക് ടേം ഇൻഷുറൻസ് എടുക്കാൻ സാധിക്കും. അല്ലെങ്കിൽ സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന ഈ QR കോഡ് സ്കാൻ ചെയ്താലും മതി. എന്നാൽ നമുക്കിനി അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.